അപ്പോൾ എങ്ങനെ ഇന്ന് നമുക്കൊരു ചിക്കൻ ഷവർമ അങ്ങ് ഉണ്ടാക്കിയാലോ? കംപ്ലീറ്റ്ലി ഇതിനെ ഷവർമ എന്നൊന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മളിതിനെ ചിക്കൻ ഷവർമ എന്ന് തന്നെ വിളിക്കും കേട്ടോ. ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് വാങ്ങിയിട്ട് അതിനകത്തിന് ബോണൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ആക്ച്വലി ഈ ബോൺലെസ് ചിക്കൻ വാങ്ങിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എയർ ഫ്രയറിലാണ് നമ്മളിന്ന് ചിക്കൻ ഷവർമ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് തന്നെ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, പിന്നെ ഒരു മുട്ട. എടുക്കുന്ന വഴിക്ക് മുട്ട താഴെ വീണൊന്ന് പൊട്ടി. അതാണ് മുട്ടയുടെ തോടിൻ്റെ ഷേപ്പ് വ്യത്യാസം. കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 185 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അവിടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് എടുക്കാം. കൂടെ നിൽക്കുന്ന ആള് ഷോയ്ക്ക് വേണ്ടി മാത്രം വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് പരിപാടി കുളവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു സവാള, കുറച്ച് കുക്കുംബർ, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ മെയിൻ താരമായിട്ടുള്ള ക്യാബേജ്, ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് കുറച്ച് മല്ലിയില, കുറച്ച് നാരങ്ങാന്തീരോട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള മയണൈസ് ഉണ്ടാക്കിയെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ എയർ ഫ്രയർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിലും കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കി ടൈം ഇരുന്ന് വീണ്ടും ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇനി നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് മാറ്റിയിട്ടാട്ടോ എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ മാറ്റിയാൽ എന്താ എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ കാര്യം, നമ്മൾ വൈറൽ സാൻഡ്വിച്ച്, മറ്റേ ഇഡ്ഡലി ചെമ്പിൽ പുഴുങ്ങുന്ന സാൻഡ്വിച്ച് അല്ലേ, ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരു സമയത്ത് ഭയങ്കരമായ എഗ്ഗ് ടേസ്റ്റ്. എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയെന്ന് അറിയില്ല. മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഉപ്പ്, വെളുത്തുള്ളി, കുറച്ച് വിനീഗർ, കുറച്ച് കുരുമുളക് പൊടി, വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കുബൂസ് കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതൊരു കൊറിയാണ്ടർ ഫ്ലേവറിൽ വരുന്ന കുബൂസാണ്. അപ്പോൾ കുബൂസ് തന്നെ വേണമെന്നില്ല, ചപ്പാത്തി വേണേൽ എടുക്കാം, പൊറോട്ട വേണേൽ എടുക്കാം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം ചൂടാക്കിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് തന്നെയാണ് എടുക്കുന്നത്. ആ ഫ്ലേവറൊക്കെ അതിൽ നിൽക്കുമല്ലോ. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്യുക. മയണീസും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാവണം ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കുബൂസിന് മേലോട്ട് കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മയണൈസ് ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ നമ്മുടെ കയ്യിൽ മയണൈസ് തീർന്നുപോയി. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 1-2 മുട്ട അഡീഷണൽ എടുത്തിട്ട് കുറച്ചധികം മയണൈസ് ഉണ്ടാക്കിക്കും. എനിക്കിത് പേപ്പറിൽ വെച്ച് റോൾ ചെയ്യാനുള്ള സ്കിൽസ് കുറവായിരുന്നു. പക്ഷേ എന്തൊക്കെയായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഓക്കെ, ബൈ.